Hi friends, welcome to Shami's Tips and Reviews. എല്ലാവർക്കും സുഖാണല്ലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ലോഗ് എന്ന് പറയുന്നത് ഒരു ഗിഫ്റ്റ് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമുക്ക് ഗിഫ്റ്റ് സെൻഡ് ചെയ്ത് തന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിംഗ് ആണ്. അപ്പോൾ ഗിഫ്റ്റ് എന്താണെന്ന് എനിക്ക് ഏകദേശം ഒരു ധാരണയൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം. ഞാൻ ഫസ്റ്റ് ഗിഫ്റ്റ് എന്താണെന്ന് കാണിച്ചു തരാം. ഇതുപോലെ ഒരു ബോക്സാണ് വന്നിട്ടുള്ളത്. അവർ രാവിലെ തന്നെ കൊറിയറിൽ നിന്ന് കോൾ വന്നിട്ടുണ്ടായിരുന്നു, ഒരു ബോക്സ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ അങ്ങോട്ടേക്ക് പോയി അതൊക്കെ വാങ്ങിയിട്ട് വരുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ എന്താ ശരി, നമുക്കിത് എന്താണെന്ന് നോക്കാം. പിന്നെ നിങ്ങളുടെ അടുത്ത് പ്രത്യേകിച്ച് ഒരു കാര്യം കൂടി പറയുകയാണ്, നമ്മുടെ ഷമീസ് ടിപ്സ് ആൻഡ് റിവ്യൂസ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ഓൾ കൂടി ഒന്നും മറക്കാതെ പ്രസ് ചെയ്തേക്കണം കേട്ടോ. ഈ ഗിഫ്റ്റ് നമുക്ക് സെൻഡ് ചെയ്ത് തന്നിരിക്കുന്നത് ആരാണെന്ന് അറിയാമോ? നമ്മുടെ വസി വ്ളോഗ്സ് ആണ്. അപ്പോൾ നമ്മൾ മുമ്പ് മലപ്പുറത്ത് നമ്മൾ ഇനാഗ്രേഷന് പോയിരുന്നില്ലേ, അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് വസി വ്ളോഗ്സിനെ നേരിൽ കാണുന്നത് കേട്ടോ. അല്ലാതെ എനിക്കറിയാം നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇതുപോലെ ചെടികളെക്കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന ഒരാളാണ്. എവിടെയൊക്കെ ഇങ്ങനെ നല്ല വിലക്കുറവിൽ എവിടെയൊക്കെ നമുക്ക് ചെടികൾ കിട്ടും, അതുപോലെ തന്നെ നല്ല നല്ല ഒരുപാട് കളക്ഷൻസൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു യൂട്യൂബ് ചാനലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനത് കാണാറുണ്ട്. വസിയെ ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നത് മലപ്പുറത്ത് വെച്ചിട്ടാണ്. അതിനുശേഷം പിന്നെ എനിക്ക് ഇൻസ്റ്റയിലേക്ക് മെസ്സേജ് അയച്ചിരുന്നു, ഷമീത്ത ഇതുപോലെ ഒന്ന് അഡ്രസ്സ് തരാമോ, എനിക്ക് ചെറിയൊരു ഗിഫ്റ്റ് സെൻഡ് ചെയ്ത് തരാനാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു പ്ലാൻസ് തന്നെ ആയിരിക്കും എന്ന്. അതും പോയിട്ട് ഇതിൽ ലൈവ് പ്ലാൻസ് ഉണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും കറക്റ്റ് കാര്യം മനസ്സിലായി എന്താണെന്ന്. ഇന്നലെയാണ് കേട്ടോ അയച്ചിരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ വിളിച്ചപ്പോഴത്തേക്ക് ഇന്നലെയാണ് അയച്ചെന്ന് പറഞ്ഞു. 2 ദിവസം മുമ്പ് എൻ്റെ കയ്യിൽ നിന്ന് അഡ്രസ്സൊക്കെ മേടിച്ചു. അപ്പോൾ എന്തായാലും ഞാൻ ഇതുവരെയും ഓൺലൈൻ വഴി ഇതുപോലത്തെ ഒരു പ്ലാൻസ് ഞാൻ വാങ്ങിയിട്ടില്ല കേട്ടോ. എനിക്ക് പേടിയാണ്, അതായത് ഓൺലൈൻ വഴി വരുമ്പോഴത്തേക്ക് അത് എങ്ങനെ ഉണ്ടാവും, ഒരു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അത് പെട്ടെന്ന് കേടായി പോവില്ലേ. അപ്പോൾ അങ്ങനെ ഇതുവരെ ഇതുപോലത്തെ ഓൺലൈൻ വഴി പ്ലാൻസ് ഒന്നും വാങ്ങിയിട്ടില്ല. അപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് പരിചയപ്പെടുത്തുമെന്ന് വിചാരിച്ചു. കാരണം വെച്ചാൽ ഇതുപോലെ പ്ലാൻസ് ഒക്കെ ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ കയ്യിൽ അത് എത്തുക എന്നുള്ളത് നിങ്ങൾക്കും കൂടെ അറിഞ്ഞിരിക്കാമല്ലോ. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഓൺലൈൻ വഴി വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു അനുഭവമായിരിക്കും. നമുക്ക് ഈ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ഇതുപോലെ പാക്കിംഗ് ഒക്കെ ചെയ്താണ് വന്നിട്ടുള്ളത് കേട്ടോ. ചെറുതായിട്ട് നമ്മുടെ ബട്ടർ പേപ്പർ പോലത്തെ ഒരു സംഭവം വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓഹോ, ഇതുപോലെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് നമ്മുടെ ചെടികൾ എന്നൊക്കെ നോക്കാം. കുറച്ച് ഫ്ലവറൊക്കെ ഉണ്ട് കേട്ടോ. ഫ്ലവറാണെന്ന് തോന്നുന്നു. അങ്ങനെ കുറച്ച് ചെടികളൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതെല്ലാം ഓരോ ചെടിയും ഇതെങ്ങനെയാണെന്ന് നോക്കാം. എല്ലാം കറക്റ്റായിട്ട് ഇതൊക്കെ താണ്ട നമ്മുടെ മിൽക്കി ബാമ്പൂ ആണ്. ഇതൊക്കെ കറക്റ്റായിട്ട് ആ ലീഫൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആണ് കേട്ടോ, എന്തൊക്കെ ചെടികളാണ് ഇതിനുള്ളിൽ ഇരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. നമുക്ക് അതൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. ഫസ്റ്റ് തന്നെ നമ്മുടെ ലക്കി ബാമ്പു എങ്ങനെയാണ് വന്നിട്ടുള്ളത് നോക്കാം കേട്ടോ. സ്റ്റിക്കറൊക്കെ വെച്ചിട്ട് ഇത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കൊണ്ട് നട്ടാൽ മതി. ഇത് വന്നിട്ട് നമ്മുടെ മണ്ണും കുറച്ച് ചകിരിച്ചോറും ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ തന്നിരിക്കുന്നത്. നല്ലതുപോലെ വേരൊക്കെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്താലും കിട്ടുന്നത്. അപ്പോൾ നമുക്കിതാ ഒരു മിൽക്കി ബാമ്പു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് ഏത് പ്ലാന്റാണ് നോക്കാം. അയ്യോ, നല്ല ഭംഗിയുള്ള പൂക്കളല്ലേ. ഇത് ഏത് പ്ലാന്റാണ്? എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ ഇത് ഏത് പ്ലാന്റാണെന്ന്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. എനിക്ക് അത്ര ഐഡിയ കിട്ടുന്നില്ല ഇത് ഏതാണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ പറഞ്ഞേക്കണം കേട്ടോ നമ്മുടെ രണ്ടാമത്തെ ഈ പ്ലാന്റിൻ്റെ നെയിം എന്താണെന്ന്. ആ ലീഫിലൊക്കെ ചെറുതായിട്ട് വെള്ളമൊക്കെ നന്നിട്ടുള്ളതാണ്. ഇപ്പോഴും ആ ഫ്ലവറൊക്കെ അങ്ങനെ തന്നെയുണ്ട്, ഒന്നും പറ്റിയിട്ടില്ല, ഫ്ലവറൊന്നും വാടിയിട്ടില്ല. ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഇത് കാണുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത പ്ലാന്റ് എന്താണെന്ന് നോക്കാം. ഇത് ഏതാണെന്ന് എനിക്കിത് കറക്റ്റായിട്ട് ഐഡിയ കിട്ടുന്നില്ല കേട്ടോ. ഇത് നമ്മുടെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ലിപ്സ്റ്റിക്ക് പ്ലാന്റാണ്. ഇപ്പോഴാണ് ഓക്കെ കറക്റ്റ്. അതിൽ ചെറിയൊരു എൻ്റെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ ലിപ്സ്റ്റിക്ക് പ്ലാന്റ്. ഞാൻ ഒന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ എനിക്കത് വളർന്ന് കിട്ടിയിട്ടേ ഇല്ല. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് നോക്കാം, നമുക്ക് നട്ട് നോക്കാം. ലിപ്സ്റ്റിക്ക് പ്ലാന്റ് ഇച്ചിരി റെയർ ആയിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. ഇത് കിട്ടാറേ ഇല്ല അങ്ങനെ. നമുക്ക് എല്ലാ ഗാർഡൻസിലും നമ്മൾ എല്ലാ നഴ്സറിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അത് കിട്ടാറില്ല. അപ്പോൾ എന്തായാലും ഇത് നമുക്ക് നോക്കാം. ഇത് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ.
നമ്മുടെ നെക്സ്റ്റ് പ്ലാന്റ് ഈ പ്ലാന്റ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ നെയിം എനിക്ക് അറിയില്ല കേട്ടോ. ഇതിൻ്റെ നെയിം എന്താണെന്ന് അറിയില്ല. ഇതിൽ ചെറുതായിട്ടൊരു സ്റ്റിക്കർ എങ്ങാനും വെച്ചിട്ട് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണെന്ന് നമുക്കത് കറക്റ്റായിട്ട് വായിച്ച് അത് പറയാമായിരുന്നു അല്ലേ. എന്തായാലും ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുമെന്ന് അറിയില്ലായിരിക്കും ഉറപ്പായിട്ടും. അപ്പോൾ അതിൻ്റെ പേരിലാണ് ആളിങ്ങനെ ഇതൊന്നും പോലെ ഒന്നും സ്റ്റിക്കറൊന്നും ഒട്ടിച്ച് തരാത്തത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതെനിക്കറിയാം. ഈ പ്ലാന്റ് നമുക്ക് സാധാരണ മിക്കവാറും ചില സ്ഥലങ്ങളിലൊക്കെ ഞാൻ കാണുന്നതാണ്. നല്ല ഭംഗിയായിട്ട് വളർന്ന് നിൽക്കുന്നൊരു പ്ലാന്റാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. അപ്പോൾ എനിക്ക് ഇതുവരെ കിട്ടിയ എല്ലാ പ്ലാന്റും എൻ്റെ കയ്യിലില്ലാത്തതാണ്. നമ്മുടെ മിൽക്കി ബാമ്പ് നമ്മുടെ കയ്യിലുണ്ട്. ബാക്കി 3 വെറൈറ്റി എൻ്റെ കയ്യിലില്ല കേട്ടോ. പിന്നെ നമ്മുടെ ലിപ്സ്റ്റിക്ക് വന്നിട്ട് ഞാൻ വാങ്ങി നശിച്ചു പോയ ഒരു ചെടിയാണ്. അപ്പോൾ ഇനി അത് കിട്ടിയതിൽ വലിയ സന്തോഷം. നമ്മുടെ നെക്സ്റ്റ് പ്ലാന്റ് അതെനിക്ക് ലീഫ് കണ്ടപ്പോഴേ മനസ്സിലായി ഇത് അഗ്ലോണിമയാണ്. ചെറുതായിട്ട് നമ്മൾ ഇച്ചിരി ബലം പ്രയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലാന്റ്സിന് എന്തെങ്കിലും പറ്റിപ്പോകും. അതുകൊണ്ടാണ് പതുക്കെ നമ്മൾ ഇതൊന്ന് അൺബോക്സ് ചെയ്യണത്. എല്ലാ ചെടിയും അത് കറക്റ്റായിട്ട് അവിടെ തന്നെ സെറ്റായിട്ട് ഇരിക്കാൻ വേണ്ടി ഒരു സ്റ്റിക്കറൊക്കെ വെച്ച് കാര്യമായിട്ട് ഒട്ടിച്ച് തന്നിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു കുട്ടി തൈയാണ്. നന്നായിട്ടുണ്ട് നമ്മുടെ ഈ അഗ്ലോണിമ. ഈ അഗ്ലോണിമ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഇതെൻ്റെ കയ്യിൽ ഉള്ള ഒരു വെറൈറ്റിയാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കൊരു ഇച്ചിരി ധൈര്യമായി കേട്ടോ. നമുക്കിങ്ങനെ ഓൺലൈൻ വഴി ഇതുപോലെ പ്ലാന്റ്സ് ഒക്കെ വാങ്ങാം എന്നുള്ളൊരു ധൈര്യം കിട്ടിയിട്ടുണ്ട്. കറക്റ്റായിട്ട് നമ്മുടെ കയ്യിലെത്തുന്നുണ്ട്. ഇതുപോലെ തന്നെ എനിക്ക് നല്ലതുപോലെ നല്ല ഭംഗിയായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതൊരു അഗ്ലോണിമയാണ്. അപ്പോൾ ഈ വെറൈറ്റി എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ഇത് വന്നിട്ടൊരു കുട്ടി തൈയാണ്. ഇതുപോലെ ഇത്രയും വലിയൊരു തൈയല്ല. അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെയാണ് കേട്ടോ എനിക്ക് അയച്ചു തന്നിട്ടുള്ളത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്ലാന്റ്സിൻ്റെയൊക്കെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തപ്പോൾ ആൾ എഴുതിക്കാണ് പ്ലാന്റ്സിനോട് ഇത്രയും താല്പര്യമുള്ള ആളാണെന്ന് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. അതാണ് നമുക്ക് പ്ലാന്റ് ഇങ്ങനെ ഗിഫ്റ്റായിട്ട് അയച്ചിട്ടുള്ളത്. ഈ വെറൈറ്റി എൻ്റെ കയ്യിലില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു അഗ്ലോണിമയാണ് കേട്ടോ. ഇതും അഗ്ലോണിമയിൽ പെട്ടതാണ്. നല്ല ഭംഗിയുള്ള ഒരു കുട്ടി തൈയാണ്. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് പ്ലാന്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായത് നമ്മുടെ ജെയ്ഡ് പ്ലാന്റ് ആണ്. ജെയ്ഡ് പ്ലാന്റിൻ്റെ കളക്ഷൻ എൻ്റെ കയ്യിലില്ല കേട്ടോ. ഇത് നമ്മുടെ വീഡിയോ കണ്ടിട്ട് അയച്ചിരിക്കുന്നതാണ് തോന്നുന്നത്. എൻ്റെ കയ്യിലില്ലാത്ത കളക്ഷൻ നോക്കി ആൾ അയച്ചിരിക്കുകയാണ്. അപ്പോൾ വളരെ സന്തോഷമായി. ജെയ്ഡ് പ്ലാന്റ് ഞാൻ ഒരുപാട് നഴ്സറിയിലൊക്കെ നോക്കിയിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് കിട്ടിയിട്ടില്ല. ഇത് ഹെൽത്തി ആണോ നോക്കാം. നല്ലതുപോലെ ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റാണ് കേട്ടോ. ഇതിങ്ങനെ ബുഷിയായിട്ട് വളർന്ന് കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഇതുവരെ നിങ്ങൾ ഇതുപോലെ പ്ലാന്റ്സ് ഒന്നും വളർത്തി വീട്ടിൽ തുടങ്ങിയിട്ടില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പ്ലാന്റ്സ് ഒക്കെ വീട്ടിൽ വളർത്തണം കേട്ടോ. നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിനൊരു പ്രത്യേക സന്തോഷമായിരിക്കും നമ്മളിങ്ങനെ വളർത്തുന്ന ചെടികളൊക്കെ ഇങ്ങനെ നല്ല കളറായിട്ട് നിൽക്കുന്നത് കാണാനും അതിലേക്ക് പൂവൊക്കെ വരുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ജെയ്ഡ് പ്ലാന്റാണ്. ഇനി നമുക്ക് നമ്മുടെ അടുത്ത പ്ലാന്റ് ഇത് വന്നിട്ട് ചെറിയൊരു കപ്പിലൊക്കെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഞാൻ എടുക്കുന്നത് കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെടിയാണെന്നൊരു ഐഡിയ ഇല്ല. അപ്പോൾ എന്തായാലും ചെറുതായിട്ടുകൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മുടെ സക്കുലൻ്റാണ് കേട്ടോ. സക്കുലൻ്റിൽ പെട്ടതാണ്. നല്ല ഭംഗിയുണ്ട്. ഇത് നമുക്ക് സക്കുലൻ്റ് പ്ലാന്റൊക്കെ ഇതുപോലുള്ള വെറൈറ്റി ഒക്കെ കാണാൻ പറ്റുകയെന്ന് വെച്ചാൽ എല്ലാ നഴ്സറിയിലും ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള സക്കുലൻ്റൊന്നും കിട്ടാറില്ല കേട്ടോ. അപ്പോൾ അത് കറക്റ്റായിട്ട് അതുപോലൊരു പോട്ടിലാക്കി തന്നിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലീഫിൽ ഇങ്ങനെ നമ്മളിങ്ങനെ തൊടും മുന്നേ തന്നെ ഇതിൻ്റെ ലീഫ് ഇങ്ങനെ ഇളകി കയ്യിൽ വരും. അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇതിന്. നല്ലതുപോലെ ഇനി ഇതൊക്കെ സെറ്റ് ചെയ്യണമെന്ന് നല്ല ഭംഗിയായിട്ടുള്ള സക്കുലൻ്റാണ്. അതുപോലെ തന്നെ വീണ്ടും ഒരു കപ്പ് കൂടി ഉണ്ട്. അപ്പോൾ ഇതും സക്കുലൻ്റിൽ പെട്ടതാകാനാണ് ചാൻസ്. നോക്കാം. അതെ, ഇതും സക്കുലൻ്റിൽ പെട്ടതാണ് കേട്ടോ. കണ്ട നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ നല്ല വലുതായിട്ട് വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയുണ്ടാകും കേട്ടോ ഈ സക്കുലൻ്റ് പ്ലാന്റെല്ലാം. ഇത് പക്ഷേ നമ്മൾ കുറച്ച് കെയർ എടുത്ത് വളർത്തേണ്ട ഒരു ചെടിയാണ് ഈ സക്കുലൻ്റ്. ഇത് നമ്മുടെ CC പ്ലാന്റ് ആണ് കേട്ടോ. എൻ്റെ കയ്യിൽ CC പ്ലാന്റിൻ്റെ കളക്ഷൻ ഇല്ലായിരുന്നു. അപ്പോൾ CC പ്ലാന്റ് കിട്ടിയിട്ടുണ്ട്. സാധാരണ അടീനിയൊക്കെ ഇങ്ങനെ നമ്മുടെ ബോൺസായി ടൈപ്പിലാണുള്ളത്. ഇത് ഇച്ചിരി നീണ്ട ഒരു അടീനിയമാണ്. നമുക്കപ്പോൾ ഒരു പോട്ടിലൊക്കെ ആക്കണം കേട്ടോ. ഇതിനെയൊക്കെ നല്ലൊരു അടീനിയം കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കുട്ടി തയ്യ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതാണ് ഒരു ചെറിയൊരു ബോക്സ് കൂടി വീണ്ടും ഉണ്ട്. ആ ബോക്സിനകത്ത് ഇതുപോലെ സക്കുലൻ്റിൽ പെട്ട് എന്തെങ്കിലും ആകാനാണ് ചാൻസ്. കാരണം അതുകൊണ്ടായിരിക്കാം ഇതുപോലെ വെച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു. ഇത് നല്ലൊരു സക്കുലൻ്റാണ് കേട്ടോ. ഞാനിത് കണ്ടിട്ടേ ഇല്ല. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനൊരു സക്കുലൻ്റ് കാണുന്നത്. അത്യാവശ്യം വലിയൊരു പ്ലാന്റാണ്. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ പ്ലാന്റ്.
ഇത് നമുക്ക് നല്ലൊരു പോട്ടിലാക്കി ഭംഗിയാക്കി ഇതൊക്കെ നമുക്ക് ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാം. കുറച്ച് വെയിലൊക്കെ വേണം ഇതിന്, ഈ പ്ലാന്റ്സിന് കുറച്ച് വെയിൽ കിട്ടണം എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല, എന്തായാലും ഇത് നോക്കണം ഇത് എന്താണ് ഈ പ്ലാന്റിൻ്റെ കറക്റ്റ് പേര് എനിക്കറിയില്ല. എന്തായാലും സക്കുലൻറ്റിൽ പെട്ടതായിരിക്കണം. അപ്പോൾ ഇത്രയും ചെടികളൊക്കെയാണ് നമുക്ക് വസി സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല നല്ല കളക്ഷൻസിലുള്ള ചെടികളൊക്കെയാണ് അയച്ചു തന്നിട്ടുള്ളത്. നമുക്കപ്പോൾ ഇതുപോലെ ഓൺലൈൻ വഴി പ്ലാന്റ്സൊക്കെ പർച്ചേസ് ചെയ്യാമെന്നാണ് കേട്ടോ എനിക്കിത് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്ത് ഇതുപോലെയൊക്കെ വീട്ടിലേക്ക് അയച്ചു തരുന്ന പ്ലാന്റ്സൊക്കെ ഉള്ള ഷോപ്പുകളുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഇതുപോലെ ഓൺലൈൻ വഴി നമുക്ക് പ്ലാന്റ്സൊക്കെ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇത് അത്യാവശ്യം നല്ലതുപോലെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ് നമുക്ക് അയച്ചു തന്നിട്ടുള്ളത്. ഞാൻ ഈ ഗിഫ്റ്റ് വന്നിട്ട് അൺബോക്സിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്ന ഏക കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതുപോലുള്ള പ്ലാന്റ്സൊക്കെ നമുക്ക് എങ്ങനെ കറക്റ്റായിട്ട് വീട്ടിലേക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് വാടിപ്പോകാതെ കരിഞ്ഞു പോകാതെ കിട്ടുമോ എന്നുള്ള ഉദ്ദേശം അത് എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ നന്നായിട്ട് എല്ലാ പ്ലാന്റ്സും എത്തിയിട്ടുണ്ട്, ഏകദേശം കുഴപ്പമില്ലാതെ തന്നെ എല്ലാ പ്ലാന്റ്സും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി താങ്ക്സ് പറയണേ വസിയുടെ അടുത്ത്. ഒരുപാട് താങ്ക്സ് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ചെടികളും എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. അപ്പോൾ വസിയുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മിക്കവാറും വസി ഇതിൻ്റെ ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് പിണ്ട് കമൻറ്റായിട്ട് കൊടുത്തിക്കാം. നിങ്ങൾക്ക് വസിയുടെ ചാനലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒരുപാട് ഉപകാരപ്പെടുന്ന ചാനലാണ് കേട്ടോ, പ്ലാന്റ്സിനെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് നല്ലൊരു ചാനലാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമ്മുടെ ഈ പ്ലാന്റ്സിൻ്റെയൊക്കെ അൺബോക്സിങ്ങിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്തേക്കണം. കൂടെ തന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ആരും മറക്കണ്ട. നമ്മുടെ ഇൻസ്റ്റാഗ്രാമൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ഇൻസ്റ്റാഗ്രാമൊക്കെ ഒന്ന് ഫോളോ ചെയ്തേക്കണം. എന്നാൽ ശരി, വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ഇത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ സാൻസവേരിയ പ്ലാന്റാണ് കേട്ടോ. കണ്ടാ നമ്മുടെ സ്നാക്ക് പ്ലാന്റ്. പക്ഷെ അത് ഞാൻ അന്ന് കാണിച്ചിരുന്ന ആ ലീഫാണ്, ആ 2 ലീഫ്, അത് വീണ്ടും കുറേ കൂടി അത് വലുതായിട്ടുണ്ട്. അത് ഫുള്ളായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ കണ്ടാ നന്നായിട്ട് ആ പ്ലാന്റ് കംപ്ലീറ്റ് ആയിട്ട് വലുതായിട്ടുണ്ട്.